കട്ട് ചെയ്യാനായിട്ടൊരു കട്ടിംഗ് ബോർഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിംഗ് ആവാം, ഒരു കോഫി കഴിക്കാം, ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് മടക്കി ഉള്ളിലേക്ക് വിടാം. നടക്കുന്ന വർക്കൊക്കെ മെഷീനറീസ് വെച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. എല്ലാ മെഷീനറീസ് തന്നെയാണ്. ഇവിടെ ഡിസൈൻ സ്റ്റുഡിയോ മുതൽ പ്രൊഡക്ഷൻ ഫിനിഷിംഗ് ഇതുവരെയുള്ള ഇത് നമ്മൾ കാണുന്ന ഒരു വെറൈറ്റി സോഫയാണ്. അത് റിമോട്ടുള്ള സോഫ. ഇതൊരു ഹൈഡ് ചെയ്യുന്ന ഒരു ബാർ കൗണ്ടർ ഉണ്ട്. ഇങ്ങനെ പൊങ്ങി വരികയാണല്ലേ? ഇത് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ ജാരി കിടക്കും. കേരളത്തിൽ ആദ്യമായിട്ട് ഫർണിച്ചർ ഫിറ്റിംഗ് സ്കില്ല് പഠിപ്പിക്കുന്ന ഒരു അക്കാദമി തുടങ്ങിയിരിക്കുന്ന ഐഫയാണ്. 5000 രൂപയാണ് ആകെ കൂട്ടിയിട്ട് മുടക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ വലിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇട്ടതിന് ശേഷം വീണ്ടും തിരിച്ചങ്ങോട്ട് വിട്ടോ. F0 വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോ വന്നിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഷോറൂമിലാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മുഖം തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് അല്ലെ, ഫൈസൽ ചീരാൻ. ഇപ്പൊ നമ്മുടെ കൂടെ ഫൈസൽ കൂടെ ഉണ്ട്. ഫൈസൽ വലിയ സന്തോഷം. ഈ സന്തോഷം എനിക്കുണ്ട്. കാരണം ഇൻഡസ്ട്രിയുടെ വീഡിയോസ്, ഇൻഡസ്ട്രിയൽ വീഡിയോസ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മലയാളി കണ്ടിട്ടുള്ള നിങ്ങളെ പലരും മുഖം കാണിച്ച്, ഞങ്ങളെ പോലുള്ള പ്രാഞ്ചിയേട്ടന്മാര് മുഖം കാണിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് ആളുകളെ ഈ ടൈം എടുത്ത് വൃത്തിയിൽ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരു 25-30 വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തന്ന ലിങ്കുകൾ പ്രകാരം ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. വെബ്സൈറ്റ് റോവർ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ സ്ഥലത്താണെന്ന് നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വർഷമായി ഞാൻ ഐഫയുടെ പുറകിൽ ഞാനും നടക്കുന്നത്. ഐഫയിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ വേണ്ടി അതെന്താ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാനിപ്പോ 25 വർഷമായി ഈ മേഖലയിൽ തന്നെ സജീവമായി ഫർണിച്ചർ ഇൻഡസ്ട്രിയിലുണ്ട്. 2000 മുതലുണ്ട്. 2026 വർഷമായി. എവിടെയൊക്കെയാണ് ശരിക്കും നിങ്ങൾ ഐഫയുടെ ഷോറൂം നമുക്ക് കാണാം? ഷോറൂം നമുക്ക് എല്ലാ ഒരു 75 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ക്ലസ്റ്റർ പോലെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കേരളത്തിലെ ഉടനീളം ഉണ്ട്. അപ്പൊ നമ്മളൊരു സറൗണ്ടിംഗ് എന്ന് പറയുന്നത് 37 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് സർവീസ് ഉണ്ട്. ഏകദേശം ഒരു 3000+ ഔട്ട്ലെറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മാനുഫാക്ചറിംഗ് ഉണ്ട്. കുറച്ച് ഒരു 10-15 റീറ്റെയിൽ ഷോറൂം ഉണ്ട്. കാണാറുണ്ടല്ലോ. എന്റെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ്. ഇനി എന്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കണ്ടതിന് ശേഷം മാനുഫാക്ചറിംഗും ഇന്റീരിയർ യൂണിറ്റും എല്ലാം കൂടി നമുക്ക് ഞങ്ങൾ ഡിസ്പ്ലേ കൂടി കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഡിസ്പ്ലേ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും രണ്ടും കൂടി നമുക്ക് ആദ്യം നമുക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് പോകാം. ഇവിടെ നടക്കുന്നത് സോഫയുടെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ്, അതുകൂടാതെ ഇന്റീരിയറിന്റെ ഒരു ഡിവിഷൻ നടക്കുന്നുണ്ട്. എല്ലാം ഇവിടെ തന്നെയാണോ നടക്കുന്നത്? ടോട്ടൽ മാനുഫാക്ചറിംഗ് കേരളത്തിൽ മൊത്തം നടക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് ഈ ഇന്റീരിയറിന്റെ ഡിവിഷൻ 4 ഉണ്ട്. സോഫയുടെ മാനുഫാക്ചറിംഗ് 4 ഉണ്ട്. അതുപോലെ തന്നെ ഒരു പോട്ടറി യൂണിറ്റ് ഉണ്ട്. ഓഫീസ് ഫർണിച്ചറിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ ഈ വുഡന്റെ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്ന 2 യൂണിറ്റുകളുണ്ട്. ഇത് എല്ലാത്തിനും പറ്റില്ല ഒരു യൂണിറ്റ് മാത്രമാണ്. ഒരു യൂണിറ്റ് ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടെ നമ്മൾ ഇന്റീരിയറും അതുപോലെ തന്നെ ലൂസ് ഫർണിച്ചറും ഈ ബെഡ്റൂം സെറ്റ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ്, വാർഡ്രോബ്സ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ സോഫയുടെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ നടക്കുന്ന വർക്കൊക്കെ മെഷീനറീസ് വെച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. എല്ലാ മെഷീനറീസ് തന്നെയാണ്. ഇവിടെ ഡിസൈൻ സ്റ്റുഡിയോ മുതൽ പ്രൊഡക്ഷൻ ഫിനിഷിംഗ് ഇതുവരെയുള്ള എല്ലാതും ഉണ്ട് ഇതിനകത്തുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന മെഷീൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഹെവി മെഷീൻസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നല്ലേ? അറിയാലോ, വുഡ്ടെക്കിന്റെ മെഷീനറീസ് ഒക്കെ അത്യാവശ്യം നല്ല മെഷീനറീസ് ആണ്. വിലയുണ്ട്, പക്ഷെ പെർഫെക്ഷനും കുറച്ചുണ്ട്. ഇവിടെ മൾട്ടിബോർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ ത്രൂ ഫീറ്റ് ഉണ്ട്, പ്രസ് ഉണ്ട്, പാനൽസും ഉണ്ട്. ഇതിന്റെ ഒക്കെ 1-2 യൂണിറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം ഏറ്റവും നല്ല സെഞ്ചുറി മുതലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ എടുക്കുന്നത്. ഞാൻ ചോദിക്കാൻ പോവായിരുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? ഇവിടെ നമ്മൾ WPC ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 710 ഗർജൻ പ്ലൈവുഡ് ആണ് ഉപയോഗിക്കുന്നത്. റെഡിമെയ്ഡ് ഫർണിച്ചറുകൾ ഷോറൂമുകളിലേക്കും മറ്റും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീലാമിനേറ്റഡ് ബോർഡ്, T5 GSM പേപ്പറുള്ള ക്വാളിറ്റിയുള്ള പ്രീലാമിനേറ്റഡ് ബോർഡ് നമ്മൾ സെഞ്ചുറി അടക്കമുള്ള നല്ല ബോർഡ് അങ്ങനത്തെ പോസിറ്റീവ് പോലത്തെ നല്ല കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ തന്നെയാണ് തോന്നുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ കൂടെ സൂപ്പർവൈസ് ചെയ്യുന്നതും അതുപോലെ ഇത് നടത്തുന്ന ആളുകളൊക്കെ ഒരു 20 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള 20 വർഷമൊക്കെ പരിചയമുള്ള ആളുകളാണ് കൂടുതലും ഇതിനകത്തുള്ളത്. ഇനി ഐഫയുടെ ഫർണിച്ചറുകളൊക്കെ നമ്മൾ കാണാൻ പോവാണ്. മാനുഫാക്ചറിംഗ് അടിപൊളി കേട്ടോ, കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി വെറൈറ്റി ആയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണിക്കാം. ഇത് നമ്മളൊരു സോഫയാണ്, നമ്മുടെ നോൺ മാനുഫാക്ചറിംഗ്. ഒന്നിരുന്ന് നോക്കി കംഫർട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അടിപൊളി അല്ല, ആ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഐഫ ഇങ്ങനെ സ്റ്റോറുകൾ തുടങ്ങുന്നതും അല്ലെങ്കിൽ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഐഫയുടെ ഒക്കൽ ഷോറൂമിലുള്ള ലൈവ് കിച്ചൺ ആണ്. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതായത് ഹോബ് ഉണ്ട്, ഇതുപോലെ ചിമ്മിനി. ഇത് നമ്മൾ ഒരു വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഷോറൂമിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 ഷോ കിച്ചണാണ് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. നമുക്കൊരു കിച്ചൺ ചെയ്യുമ്പം ഏറ്റവും മിനിമലായിട്ട് 5 ആക്സസറീസാണ് നമുക്ക് വേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്സസറീസാണ് ടാൻഡം ബോക്സ് വിത്ത് കട്ട്ലറി ട്രേ. PVC കട്ട്ലറി ട്രേ ആണ്. ഇത് നമുക്ക് വാഷബിൾ ആണ്, ഇത് മൂവബിൾ ആണ്. ഇതിന്റെ മേളിലും സ്റ്റോർ ചെയ്യാം, താഴെയും സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ കട്ട്ലറി ആണ്. ഇതിൽ കപ്പ് ആൻഡ് സോസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്ലേറ്റ് റാക്ക് ആണ് ഇതിൽ വരുന്നത്.
ഓക്കെ. പ്ലേറ്റ് ഒക്കെ നമുക്ക് വെക്കാം. പ്ലേറ്റ് വെക്കാൻ പറ്റുന്നതാണ്. ഇത് ഏറ്റവും മിനിമൽ ആയിട്ട് വരുന്നതാണ്. ഇനി അടുത്തതൊരു ഓയിൽ പുൾ ഔട്ട് ആണ്. ഇത് നമുക്ക് ഇത് നല്ലൊരു ഭംഗി എടുത്ത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഓയിൽ പുൾ ഔട്ട് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. നമുക്കൊരു കട്ട് ചെയ്യാനായിട്ടൊരു കട്ടിംഗ് ബോർഡ്. വാവ്. ഇത് ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അറ്റാച്ച് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ ഒരു ചെയർ കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കട്ടിങ് പർപ്പസ് ഇവിടെ സുഖമായിട്ട് നടക്കും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. കട്ടിങ് ആവാം, ഒരു കോഫി കഴിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ മൾട്ടിപർപ്പസ് ആയിട്ട് നടക്കാം. ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് മടക്കി ഉള്ളിലേക്ക് വെക്കുന്നതാണ്. വാവ്. ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. അതെ, ഇതൊരു ഹൈഡിങ് സ്റ്റോറേജ് ആണ്. അടുത്തായിട്ട് ഒരു ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് വെജിറ്റബിൾസ് എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ ഉള്ള ഒരു സ്റ്റോറേജിൽ വെക്കാം. അതിനാണ് നമുക്കൊരു വിക്കർ ബാസ്ക്കറ്റ്. ഇത് PVC തന്നെയാണ്. നമുക്കിതിന്റെ ഒറിജിനൽ ബാമ്പു തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇത് 2 PVC ഇത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. എടുത്തു മാറ്റാണ്. വാഷബിൾ ആണ്. അങ്ങനെയും ചെയ്യാം. ആക്ച്വലി വാഷബിൾ ആണ്. എടുത്തു മാറ്റി ക്ലീൻ ചെയ്യാം. ഓക്കെ. ഈ ഒരു ഡിസ്പ്ലേ കിച്ചൺ എന്ന് പറയുന്നത് ഒരു സീജ് ഗ്രീനിലും വുഡ് ആൻഡ് ഗ്രെയിൻസിലുമാണ് നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ 2 ആക്സസറീസ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതൊരു പാൻ പുൾ ഔട്ട് ആണ്. പാൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഹാങ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ കൗണ്ടറിന്റെ ടോപ്പിൽ തന്നെ വെക്കേണ്ട ഒരു ആവശ്യം വരും. ഇതാകുമ്പോൾ ഹൈഡ് ചെയ്ത് പാൻ എല്ലാം ഹാങ് ചെയ്ത ശേഷം ഇത് ക്ലോസ് ചെയ്ത് ഡോർ ക്ലോസ് ചെയ്യാൻ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവർക്കും യൂട്ടിലിറ്റി ഒരു പ്രശ്നം വരും. ബോട്ടിൽസ് അങ്ങനെയുള്ള കോളാസ് എല്ലാം വെക്കാനായിട്ട് അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാൻട്രി പുൾ ഔട്ട് ആണ്. ഇത് നല്ലൊരു സ്പേസ്, ഭയങ്കര സ്പേസ് നമുക്ക് ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരു സാധനം നമുക്ക് പുറത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഹൈഡായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് സോഫ്റ്റ് ക്ലോസിന്റെ ആണ്. ഹോം തിയേറ്ററിലേക്ക് പറ്റിയ റിക്ലൈനർ സോഫയാണ്. കപ്പ് ഹോൾഡർ ഒക്കെ ഉള്ള വെൽഫെയറിൽ ഇരിക്കുന്നതിനേക്കാൾ സുഖമായിട്ട് ഇതിൽ ഇരിക്കാം. കറക്റ്റ്. അതൊരു ഫീല് വേറെ തന്നെയാണ് അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇലക്ട്രിക് റിക്ലൈനർ ആണ്. നമുക്ക് പൊന്നിച്ച് സുഖമായിട്ട് ബാക്കിലേക്ക് ചാഞ്ഞ് കിടക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഇതുപോലത്തെ ഡൈനിങ് ടേബിളുകൾ. അതായത് സ്ലീക്ക് ആയിട്ട് ഉള്ളിൽ നിൽക്കുന്ന ടൈപ്പുള്ള ഡൈനിങ് ടേബിള്. വാവ്. പ്ലസ് നമ്മൾ ഒറിജിനൽ മാർബിൾ ടോപ്പാണ് ഇതിനോട് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇത് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഭയങ്കര അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. അതെ, കാണാനൊരു ക്യൂട്ടാണ്. കാണാൻ ഈ പ്രീമിയം കാണുന്ന പോലെയുള്ള വില ഇതിനില്ല. ഓക്കെ. സാധാരണ വളരെ കളർഫുൾ ആയിട്ടുള്ള ബെഡ്റൂം സെറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. കോമ്പിനേഷൻ ഇല്ലാതെയും കാണാറുണ്ട്. അതെ, ഇത് നമ്മൾ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ്. റെഡിമെയ്ഡ് ചെയ്യുന്ന ബെഡ്റൂം സെറ്റുകളാണ്. അതോടൊപ്പം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഏത് സൈസിലാണോ നമ്മുടെ റൂം, ആ റൂമിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഈ ബെഡ്റൂമുകളിൽ ഇടുന്ന ഈ വാർഡ്രോബിന് അക്സറീസ് വളരെ കുറവാണ് ഉപയോഗിക്കാറുള്ളത്. തീർച്ചയായിട്ടും. എന്നിട്ട് എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇടാറുണ്ട്. അപ്പൊ ഇത് നമ്മളിവിടെ ഈ ആങ്കറൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ എല്ലാവർക്കും സ്ത്രീകൾക്കൊന്നും ഇത്ര ഹൈറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ വലിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇട്ടതിന് ശേഷം വീണ്ടും തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു അക്സറീസ് വെക്കുന്ന ഇത് വാച്ച് അക്സറീസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കോസ്മെറ്റിക്സ്, മൊബൈൽ ചാർജർ വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എല്ലാതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. മൊബൈൽ വെക്കണമെങ്കിൽ ഇതിനകത്ത് സൗകര്യമുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഒരു മുഷിഞ്ഞ ഡ്രസ്സുകൾ ഉണ്ടാവും വീടുകളിലൊക്കെ, നമ്മള് ഇട്ട് വന്നതിന് ശേഷമുള്ളത് അതുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സുകൾ ഉണ്ടാവും നമ്മുടെ UGs ഒക്കെ. അപ്പോ അതൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഒരു സർക്കുലേഷൻ കിട്ടുന്ന വിക്കർ ബാസ്ക്കറ്റ് ആണ്. ഇതും അതുപോലെ തന്നെ പക്ഷേ ഇതൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു ഡിഫറൻസ് വ്യത്യാസമുണ്ട്. അപ്പൊ ഏതാ സെലക്ട് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് ഈ ഷൂസ് ഇഷ്ടം പോലെ ഉണ്ടാവും. വീടിന്റെ ഉള്ളിൽ ചെരുപ്പുകൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഒതുക്കിയിട്ട് ഒരു 6-8 പെയർ ഷൂസ് ഇതിനകത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊതുവെ ഈ വാർഡ്രോബ് അടഞ്ഞു കിടക്കുന്ന ഫീലിനേക്കാളും നല്ലത് അതിനകത്ത് എന്താ ഉള്ളതെന്ന് കാണാൻ വേണ്ടിട്ട് കാണാൻ പറ്റും. ഫുൾ ക്ലോസ്ഡ് അല്ല, ഗ്ലാസ് ആണ്. എന്നാൽ ചെറിയൊരു ടിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ്, മുഴുവൻ വിസിബിൾ അല്ല. അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്നത് എന്താന്ന് കാണാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ട്രൗസർ പുൾ ഔട്ടില്ലേ, ഇതിപ്പോ ആവശ്യമാണ്. അടുക്കി വെക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. അടുക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീഴാനുള്ള സാധ്യതയില്ല. അപ്പൊ അയൺ ചെയ്ത് വെച്ചതൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യമാണെങ്കിൽ മാത്രമേ ഇയാൾ പുറത്തേക്ക് വരുള്ളൂ. ഇനി നമ്മൾ കാണുന്ന ഒരു വെറൈറ്റി സോഫയാണ്. അത് റിമോട്ടുള്ള സോഫ. റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഹൈഡ് ചെയ്യുന്ന ഒരു ബാർ കൗണ്ടർ ഉണ്ട്. ബാർ ഉപയോഗിക്കാത്ത ആളുകൾ വേറെ എന്തെങ്കിലും വെച്ചാലും മതി, പക്ഷെ ഹൈഡ് ചെയ്യും. ഇത് റിമോട്ടിൽ ഇതിങ്ങനെ പൊങ്ങി വരുവാണല്ലേ? വാവ്, അടിപൊളി. ഇതല്ലാതെ വേറെ പിന്നെ എന്തൊക്കെ ഇതിലുള്ളത്? ഇതിനകത്ത് ആകെ ഫംഗ്ഷൻ ആണ്. ഇത് ഒരു ഫുൾ ഓപ്ഷൻ സോഫ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ കാറിന്റെ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇതിനകത്ത് സ്പീക്കേഴ്സ് ഉണ്ട്, പാട്ട് കേൾക്കാൻ നമുക്ക്. യെസ്, സബ് വൂഫർ ഉണ്ട്. കപ്പ് ഹോൾഡർ 4 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊരു സ്റ്റോറേജ്, അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മൾ ഈ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിന് ടിൽറ്റ് ഹെഡ് റെസ്റ്റ് ആണ് ഈ കാണുന്നത്.
ആഹാ യെസ്. ഇനി അത് കഴിഞ്ഞിട്ടില്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിക്ലൈനർ ഉണ്ട് ഇതിനകത്ത്. ഓ ഇവിടെ ചാരി അങ്ങോട്ട് കിടന്ന് സുഖമായിട്ട് കാലൊക്കെ നീട്ടി വെച്ചിട്ട് കിടക്കാനുള്ള ഒരു അടിപൊളി പരിപാടി. ഒരു ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പൊ ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് ആ ഭാഗത്ത് 2 സൈഡിലുണ്ട്. ഈ 2 കോർണറിലായിട്ടാണ് ഇത് വരുന്നത്. ഒരു മാസ്റ്റർ ആയിട്ട് ഇത് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ ചാരി കിടക്കാൻ പറ്റും. അതെ, വളരെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും. തീർന്നില്ല, ഇനി നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. വൈഫൈ ചാർജർ ഉണ്ട്. വൈഫൈ ചാർജർ വേണ്ട, സാധാ ഫോൺ ഉപയോഗിക്കുന്നുള്ള ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ USB ചാർജർ ഉണ്ട് ഇതിനകത്ത്. അടിപൊളി. 30,000 സ്ക്വയർ ഫീറ്റിലെ കാലടിയിലെ നമ്മൾ ഷോറൂമാണ് ഇപ്പൊ കാണുന്നത്. വെറൈറ്റിയുടെ അങ്ങേയറ്റം അത്രയും വെറൈറ്റികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് നല്ലൊരു റേഞ്ചിന് തന്നെയാണ്. ആർക്കും വന്നാലും വാങ്ങിക്കാവുന്ന ഒരു സ്ഥലത്താണ്. ഒരുപാട് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാതെ തിരിച്ചു പോവില്ല. വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ വന്ന ആളുകളുടെ ഒരു ടെസ്റ്റിമോണിയിലും നല്ലതായിട്ട് തോന്നുന്നു. ഓക്കെ, അല്ല തീർച്ചയായിട്ടും ഇത് കാണുന്ന കാഴ്ചക്ക് ഉണ്ടല്ലോ അത്രമാത്രം വെറൈറ്റി ഐറ്റംസ്. അത് മാത്രമല്ല പ്രൈസിലും ഭയങ്കര ഒരു ഡിഫറൻസ്. അത് 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഹോൾസെയിൽ രംഗത്ത് പ്രൊഡക്ഷൻ രംഗത്തുള്ള ആളുകളാണ്. രണ്ടാമത്, നമ്മൾ എടുക്കുന്നതൊക്കെ വെയർ ഹൗസുകൾ പോലത്തെ സ്ഥലങ്ങൾ എടുത്തിട്ട് വളരെ റേറ്റ് കുറച്ചിട്ടാണ് ബിൽഡിങ്ങുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ് നമ്മൾ പ്രൈസ് കൂട്ടിയിടുന്നത്. നമ്മൾ 5 രൂപ സ്ക്വയർ ഫീറ്റ്, 10 രൂപ സ്ക്വയർ ഫീറ്റ് കൂടുതൽ നമ്മൾ ഒരു ബിൽഡിങ്ങും ഒരു ഷോറൂം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ബാക്കിയുള്ള എക്സ്പെൻസ് കുറക്കുക, കസ്റ്റമേഴ്സ് നന്നായിട്ട് അതിന്റെ ബെനിഫിറ്റ് കൊടുക്കുക. ഐഫയുടെ ഒരു ടീം നല്ലതാണെന്ന് ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്. പലരും ഞങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു ഞങ്ങളുടെ ടീം? തീർച്ചയായിട്ടും അത് ഓരോ ആൾക്കാരും വ്യത്യസ്തമായ ആളുകളാണ്. ഓരോ കാര്യത്തിലും അവര് എക്സ്പീരിയൻസ്ഡ് ആണ്. അതെ, എക്സ്പെർട്ട് ആയ ആളുകളുടെ ഒരു കൂട്ടമാണ്. ഒരു വലിയ ടീം വർക്ക് തന്നെയാണ് ഐഫ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഫർണിച്ചർ ഫിറ്റിംഗ് സ്കില്ല് പഠിപ്പിക്കുന്ന ഒരു അക്കാദമി തുടങ്ങിയിരിക്കുന്ന ഐഫയാണ്. FFSC ആണ് അതിന് സപ്പോർട്ടൊക്കെ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് മോഡുലാർ ഫർണിച്ചർ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 3 മാസം കൊണ്ട് പഠിപ്പിക്കുന്ന സർട്ടിഫൈഡ്, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫൈഡ് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ഐഫിക്ക് തുടങ്ങാൻ സാധിച്ചു. കേരളത്തിൽ അങ്ങനെ ഒരു അക്കാദമി ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു അക്കാദമി ഒരു ബാച്ച് കഴിഞ്ഞു. 3 മാസത്തെ ഒരു ബാച്ച് കഴിഞ്ഞു. അതിന്റെ അധ്യാപകരൊക്കെ കൂടിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ കോഴ്സായിട്ട് കൊടുക്കുന്നത്, പഠിപ്പിക്കുന്നത്? ഇതില് ഇന്റീരിയറിന്റെ ആ ഒരു ഡിവിഷൻ, മോഡുലാർ ഫർണിച്ചർ ഡിവിഷൻ, ഡിസൈനിങ് മുതൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പൊ പണ്ടത്തെ പോലെ ഫർണിച്ചർ കാർപ്പൻട്രി വർക്ക് ഇല്ല, ഫിറ്റിംഗ് സ്കില്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഫിറ്റിംഗ് പഠിപ്പിക്കാണ്. ബാക്കിയൊക്കെ മിഷനറീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും, ഡ്രോയിങ് മുതലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ചെറിയ പൈസക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാം. 5000 രൂപയാണ് ആകെ കൂട്ടിയിട്ട് മുടക്കേണ്ട ആവശ്യമുള്ളൂ. 5000 മുടക്കിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയമുള്ള ആളുകൾക്കൊക്കെ ഈ ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്റ്റാഫിനെ, അല്ലെങ്കിൽ നമ്മളൊരു +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോട് ഇത് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഇതിന്റെ അടുത്തൊരു ബാച്ച് എങ്ങനെയാണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ അടുത്ത ബാച്ച് ഒരു ബാച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ ബാച്ച് മാർച്ച് 1-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 1-ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസമാണ് ഡ്യൂറേഷൻ ഉള്ളത്. അടുത്ത ബാച്ചിലേക്ക്, മാർച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ തന്നെ അപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്. ഇത്രയാണ് ഐഫയുടെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ? എത്രമാത്രം ഫർണിച്ചർ ഉണ്ട്, അതും വെറൈറ്റി ആയിട്ടുള്ള, അതും നമുക്ക് ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഐഫ നമുക്കിവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിശേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു ജോബിലേക്ക് കയറണമെന്നെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി ഇവിടെ ഒരു അക്കാഡമി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം, തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.